ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരു വലിയ താങ്ക്സ് പറയാം കേട്ടോ. കാരണം എന്നെ സഹിച്ച് കൊണ്ടുവന്ന് നടക്കുന്ന നിങ്ങളോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയാനാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ട്, എനിക്ക് ഇനി മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യാദൃശികമായിട്ട് വീട്ടിൽ പോയതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ നടു പാടില്ല മോളെ, ഇതേ പറമ്പിൽ മഞ്ഞളുണ്ട്, അത് പറിക്കാൻ പാകമായിട്ടുണ്ട്, അതൊന്ന് പറിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വാ നമുക്കൊരു വീഡിയോയും പിടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഒരു 6-7 മാസം മുമ്പെങ്ങാണ്ട് നട്ടതാണ് ഇവിടെ മഞ്ഞൾ. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അത് പറിക്കാനായിട്ട് നോക്കിയപ്പോൾ മണ്ണൊക്കെ ഭയങ്കര ഹാർഡായിട്ട് കിടക്കും. ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് കൊത്തി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു ഓസ് ഇട്ടിട്ട് വെള്ളമൊക്കെ നനച്ച് മണ്ണൊന്ന് കുതിർത്തിയിട്ടാണ് കൊത്തി എടുക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹരിതാപപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടി, നേച്ചർ ബ്യൂട്ടി അടങ്ങിയൊരു സ്ഥലത്താട്ടോ എൻ്റെ വീട്. അപ്പോൾ കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ കാർഷിക കുടുംബമാണ്. അപ്പോൾ അവിടെ വീട്ടിൽ ഉമ്മ പല പല സാധനങ്ങളൊക്കെ ഇങ്ങനെ നടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വാരം താത്തിയിട്ട് ഉമ്മാക്ക് ആവശ്യമുള്ള, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ നട്ടത്. അപ്പം അത് പാകമായപ്പോൾ ജസ്റ്റ് അതൊന്ന് പറിച്ചെടുക്കുന്നു എന്ന് മാത്രം. പണ്ട് ഇവിടെ കുറേ മഞ്ഞളൊക്കെ ഇങ്ങനെ നടും കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്ത് ഇങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ പണ്ട് തുടങ്ങി എനിക്ക് മഞ്ഞൾ ഞാൻ എടുക്കും. കാരണം എന്തിനാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഈ മഞ്ഞളൊക്കെ പൊക്കിക്കൊണ്ട് പോണത്. അപ്പോൾ ഉമ്മ അങ്ങനെ നട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് പറിക്കേണ്ട ടൈമായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആവശ്യം ഉണ്ടായി വരുമല്ലോ, ആവശ്യത്തിന് കിട്ടുകയുമില്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ള മഞ്ഞളും ആയിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പോൾ ഉമ്മ നടുമ്പോൾ ഞാൻ വന്നിട്ട് ഉമ്മ അറിയാണ്ട് പറിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള മഞ്ഞളൊക്കെ പറിച്ചിട്ട് അതിൻ്റെ തണ്ടുണ്ടാവില്ല, ആ തണ്ടൊക്കെ ആ പറിച്ച കുഴി തന്നെ ഞാൻ നട്ടങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഉമ്മ നോക്കുമ്പോൾ അവിടെ മഞ്ഞളുണ്ടാവും, അതിൻ്റെ അടിയിൽ ഉള്ള മഞ്ഞളൊക്കെ ഞാൻ പറിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെ ഉമ്മാനെ എത്ര തവണയോ ഞാൻ പറ്റിച്ചിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് ഉമ്മായ കേട്ടോ. ഉമ്മ ക്യാമറ പിടിക്കുമ്പോൾ ഞാൻ പറിക്കും, ഞാൻ ക്യാമറ പിടിക്കുമ്പോൾ ഉമ്മ പറിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ വേഗം വേഗം പറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇന്ന് ഒരു ചെറിയ വാരമാണ് പറിക്കാനുള്ളൂ. കാരണം അത്ര കേട്ടോ അതിനുള്ള മഞ്ഞളിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വാരം താത്തിയിട്ടാണ് മഞ്ഞൾ നട്ടേക്കുന്നത്. പിന്നെ നല്ല കാടുണ്ടായിരുന്നു, ആ കാടൊക്കെ വെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ഞൾ പറിച്ചെടുക്കണമായിരുന്നു. അതൊരു വലിയ ടാസ്ക് പോലെയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനിങ്ങനെ മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു. ആ കാടൊക്കെ വെട്ടിയിട്ട് വേണം അതിൻ്റെ അകത്തുള്ള മണ്ണിൻ്റെ അടിയിലുള്ള മഞ്ഞളൊക്കെ പറിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ മെയിനായിട്ട് മഞ്ഞൾ യൂസ് ചെയ്യുന്നത് ഈ ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പണ്ട് ഉമ്മ ഇതുപോലെ മഞ്ഞളൊക്കെ പൊടിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്ത്, അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ മഞ്ഞൾപ്പൊടി എടുത്ത് ഫേസ് പാക്കിലിടുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണെന്നൊക്കെ കരുതി ഞാൻ അങ്ങനെ ഇടുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫേസൊക്കെ പുകഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ കൊണ്ടുവന്ന് തല മുക്കിയാലാണ് സമാധാനമാവുള്ളൂ. ഒരിക്കലും അങ്ങനെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്ത് ഫേസ് പാക്കിലിടരുത്. അതിനായിട്ട് നമ്മൾ പ്രത്യേകം മഞ്ഞൾ പൊടിപ്പിക്കണം. നമ്മൾ കുക്കിങ്ങിനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുളക് പൊടിപ്പിക്കുന്ന ആ ഒരു മെഷീനിലിട്ടായിരിക്കും പൊടിപ്പിക്കുന്നത്. അത് ഇല്ലാണ്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ അത് പൊടിപ്പിച്ച് ഫേസ് പാക്കിലിടാനായിട്ട് പൊടിപ്പിച്ചെടുക്കുക ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും മുളക് പൊടിപ്പിക്കുന്ന ആ ഒരു മെഷീനിലോട്ട് ഒരിക്കലും മഞ്ഞൾ പൊടിപ്പിക്കരുത് കേട്ടോ. അങ്ങനത്തെ പൊടിപ്പിക്കുന്ന മഞ്ഞൾ ഒരിക്കലും നമ്മൾ ഫേസ് പാക്കിൽ യൂസ് ചെയ്യുകയും ചെയ്യരുത്. എനിക്ക് അങ്ങനെ ഒരു പറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഉമ്മ നടുന്നതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഗിസ്ക്കണത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അതേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പണ്ട് കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റബ്ബർ കൃഷി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ, പിന്നെ വെറ്റില കൃഷി. ഇന്നത്തെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, വെറ്റില അതൊക്കെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാഴ വെച്ചു. ഇപ്പം തെങ്ങാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേച്ചർ ബ്യൂട്ടിയാണ് ഇവിടെ. വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കാനും നല്ല കാറ്റും നല്ല ഒരു തണുപ്പൊക്കെ ആട്ടോ. നമ്മൾ ഈ ടൗണിലൊക്കെ കിടക്കുന്നതിനെ അപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക കൂളിങ്ങൊക്കെയാണ്. നമ്മൾ ചുറ്റും മരങ്ങളും കാടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണത്.
അങ്ങനെ ദേ നോക്കിയപ്പോൾ ദേ ഇവിടെ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ പ്ലാവ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം അതിൻ്റെ കോലം കണ്ടു വളരെ ശോഷിച്ച് ഇപ്പം മറിഞ്ഞു വീഴുക എന്ന രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. കാര്യം നല്ല ചെറിയ പ്ലാവാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ എൻ്റെ ചക്കയ്ക്ക്. ഈ പ്ലാവിനെ ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുന്ന പ്ലാവാണ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നോട്ടോട്ട് വെച്ചതാണ്. കാരണം നല്ല ടേസ്റ്റ് ഈ ചക്കയ്ക്ക്. ഈ തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന ഒരു തരം ചക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു തവണ ഇത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൊണ്ടുപോകാനാട്ടോ അത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും കോൺഫിഡൻസ് കൊടുത്തത് ഞാൻ ആട്ടിയതാണ്. ആ ചക്ക ഞാൻ തന്നെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു ചെറിയൊരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കാണ്. നല്ല കാടും പള്ളിയും നിറഞ്ഞ് കിടക്കാണ്ടോ. ചിലപ്പോൾ പാമ്പുണ്ടെങ്കിൽ പാമ്പിനെ ചവിട്ടിയാൽ പോലും അറിയില്ല, അങ്ങനത്തെ കാടൊക്കെയാണ്. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാട്ടോ. പാമ്പിനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പുറം പോയി ചാടും, അതുപോലെയാണ്. അങ്ങനെ ഞാൻ പറമ്പിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കണം, വേവിക്കണം, ഉണക്കണം. നമുക്ക് കാര്യം ഇത്രയും മഞ്ഞളുണ്ടെന്ന് തോന്നും, പക്ഷേ ഉണ്ടല്ലോ ഇത് കഴുകി ഉണക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കിടെ പേഴ്സണൽ യൂസിന്, അതായത് കുക്കിങ്ങിന് ആവശ്യമായിട്ട് ഒരിത്തിരി കിട്ടുള്ളൂ. അങ്ങനെയാണ് മഞ്ഞളിൻ്റെ കാര്യം. ആ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ. അത് ഉണങ്ങി വേവിച്ച് ഉണക്കി കഴിയുമ്പോൾ കുറച്ച് നിസ്സാരേ ഉള്ളൂ. ഉമ്മ അവിടെ നിന്ന് കഴുകാം കേട്ടോ. അപ്പോൾ എൻ്റെ നോട്ടം മൊത്തം ആ ചക്കയിലേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചക്ക പോയി വെട്ടാം. ഇതേ കണ്ടില്ലേ, ഞാൻ ആട്ടി നിങ്ങളെയൊക്കെ കുതിപ്പിച്ച് വെച്ചിരുന്ന ആ ചക്ക ഞാനിന്ന് മുറിക്കാം കേട്ടോ. അപ്പോൾ ദേ ഉമ്മാക്കും സിസ്റ്ററിനുള്ള ചക്ക ദേ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വലുത് ഒരു ചെറുത്, അത് അവരെടുത്തോട്ടെ. അപ്പോൾ എനിക്കുള്ള ചക്ക ഇതാണ്. ഇത് ഞാൻ മുറിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ആക്ച്വലി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.